സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേയിൽ നമ്മുടെ ഹൾക്ക് വേഴ്സസ് സ്പൈഡർമാൻ എന്നുള്ള ഫൈറ്റ് ഓൾറെഡി നമ്മൾ കണ്ടു കഴിഞ്ഞു. സോ അപ്പാടെ ഇതുവരെയും കണ്ടിട്ടില്ലെങ്കിൽ കണ്ടിട്ട് വരാം, കാരണം ഇപ്പോൾ മൊത്തം സ്പോയിലേഴ്സ് ആയിരിക്കും. അങ്ങനെ ആ ഫൈറ്റിൻ്റെ എൻഡിൽ, അതായത് ഹൾക്ക് വേഴ്സസ് സ്പൈഡർമാൻ എന്നുള്ള ആ ഫൈറ്റിൻ്റെ എൻഡിൽ ഒരുപാട് പേർക്കുള്ള ഡൗട്ടായിരിക്കും അത് എന്തുകൊണ്ടാണ് നമ്മുടെ പീറ്റർ പാർക്കറിനെ ഹൾക്കിന് മനസ്സിലായതുകൊണ്ടാണോ ആ ഫൈറ്റൊക്കെ നിന്നത്. അങ്ങനെ ഒരുപാട് ഡൗട്ട്സും അതേപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും കോമൺ ആയിട്ടുണ്ടായിരുന്ന ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. അതായത് താനോസ് ഇൻഫിനിറ്റി വാറിൽ ഹാഫ് ദ പോപ്പുലേഷനെ വൈപ്പ് ഔട്ട് ചെയ്തിട്ട് അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള എല്ലാവർക്കും ആ റിസോഴ്സ് കൊണ്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുക എന്നുള്ള രീതിക്കായിരിക്കും പുള്ളി ആ ഹാഫ് ദ പോപ്പുലേഷനെ സ്നാപ്പ് ചെയ്തിട്ട് ഒഴിവാക്കിയിട്ടുണ്ടാവുക. പക്ഷെ നമ്മൾ ഈ പലരും ചിന്തിച്ചിട്ടുണ്ടാവും, എന്നാൽ പിന്നെ അയാൾക്ക് ആ ഇൻഫിനിറ്റി സ്റ്റോൺസ് വെച്ചിട്ട് ആ റിസോഴ്സസൊക്കെ ഇരട്ടിയാക്കിയാൽ പോരെ, സിമ്പിളായില്ലേ. സോ ഇതേ ഒരു ചോദ്യം ഈ പടത്തിലും വരുന്നുണ്ട്. സോ അതെന്തൊക്കെയാണെന്നൊക്കെ നമുക്കൊന്ന് നോക്കിക്കളയാം. ആദ്യം തന്നെ നമ്മുടെ താനോസിൻ്റെ ആ സ്നാപ്പിൻ്റെ കാര്യം. കാരണം ആ എംബർ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ നമ്മുടെ പീറ്റർ ബ്രൂസ് ബാനറിനെ കാണാൻ വേണ്ടി പോകുമ്പോൾ അവിടെ പുള്ളി ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിലുള്ളൊരു സ്റ്റുഡൻറ്റ് ചോദിക്കുന്നുണ്ട്, അതായത് എന്തായാലും ഈ താനോസ് ഇൻഫിനിറ്റി സ്റ്റോൺസ് വെച്ചിട്ട് ഹാഫ് ദ പോപ്പുലേഷനെ നശിപ്പിച്ചു, എന്നാൽ പിന്നെ പുള്ളിക്ക് ആ ഇൻഫിനിറ്റി സ്റ്റോൺസ് വെച്ചിട്ട് റിസോഴ്സസ് ഒക്കെ ഇരട്ടിയാക്കിയാൽ പോരെ, എന്നാൽ പിന്നെ എല്ലാവർക്കും സുഖമായിട്ട് ജീവിച്ചുകൂടെയെന്ന്. അതായത് ആ മാർവൽ യൂണിവേഴ്സിലുള്ള എല്ലാവർക്കും കാര്യം മനസ്സിലായി, അതായത് പോപ്പുലേഷൻ, അതായത് എന്തിനാണ് നമ്മുടെ താനോസ് സ്നാപ്പ് ഇട്ടുള്ളതെന്ന കാര്യമൊക്കെ അതെങ്ങനെയാണ് അവർ അറിഞ്ഞിരിക്കുന്നതെന്നൊന്ന് അറിഞ്ഞൂടാ, നോക്കാം. അങ്ങനെ അതിന് നമ്മുടെ ബ്രൂസ് ബാനർ ഇതിന് ഞാൻ ഉത്തരം പറയണമെന്നുള്ള രീതിക്ക് ഹൾക്ക് സ്മാഷ് എന്ന് വേറൊരു സ്റ്റുഡൻറ്റിനെ കൊണ്ട് പറയിപ്പിച്ചിട്ട് അതൊരു കോമഡി രീതിക്ക് അങ്ങ് കടന്നു പോയിട്ടുണ്ടാവും. പക്ഷേ ആക്ച്വലി അത് നടക്കുമോ? ആക്ച്വലി അത് നടക്കത്തില്ല. കാരണം അതിന് റീസൺസ് ഉണ്ട്. അതായത് നമ്മുടെ താനോസ് പുള്ളിയുടെ പ്ലാനറ്റിൽ സംഭവിച്ച പോലെ ഒന്നും വേറൊരു സ്ഥലത്ത് നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം തന്നെ പുള്ളി ചെയ്തിരിക്കുന്നത്. അതായത് ഇപ്പോൾ പെട്ടെന്ന് ആ റിസോഴ്സസ് ഇരട്ടിയാക്കിയിട്ട് പുള്ളി ആ ടെമ്പററിലി ആ പ്രോബ്ലം സോൾവ് ചെയ്ത് കഴിഞ്ഞാലും വീണ്ടും അപ്പോഴും പോപ്പുലേഷൻ ഇൻക്രീസ് ആയിക്കൊണ്ട് തന്നെ ഇരിക്കും, ആ റിസോഴ്സസ് ഒക്കെ വീണ്ടും തീർന്നുകൊണ്ട് തന്നെ ഇരിക്കും. ആൾക്കാരുടെ ഗ്രീഡി, അതായത് അത്യാർത്ഥിയൊക്കെ കൂടി ആ റിസോഴ്സസ് ഒക്കെ പെട്ടെന്ന് തന്നെ തീരാനും തുടങ്ങും. സോ നമ്മൾ ഈ കോമൺ ആയിട്ട് ആലോചിക്കുന്ന കാര്യം താനോസ് ആലോചിക്കാതിരിക്കില്ലല്ലോ. അതുകൊണ്ടായിരിക്കും കുറച്ച് ലോങ് ടേം ഫോമായിട്ട് അത് ഹാഫ് ദ പോപ്പുലേഷനെ വെട്ടിക്കുറക്കുന്നതായിരിക്കും ഈ എല്ലാവർക്കും സുഖമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് ഗുണമായിരിക്കാമെന്ന് പുള്ളിക്ക് തോന്നിയിട്ടുണ്ടാവും. കാരണം ഹാഫ് ദ പോപ്പുലേഷൻ ഇല്ലാതായി കഴിഞ്ഞാൽ പോപ്പുലേഷൻ വളരുന്നതും കുറയും, അതേ സമയത്ത് ഇപ്പോൾ ഉണ്ടായിരുന്ന റിസോഴ്സസ് വീണ്ടും ഇൻക്രീസ് ആവുകയും ചെയ്യും. സോ അതുകൊണ്ടായിരിക്കും അതിന് ഉത്തരം പറയേണ്ട കാര്യമില്ലെന്ന് വിചാരിച്ച് നമ്മുടെ ബ്രൂസ് ബാനർ അങ്ങ് ഒഴിവാക്കി വിട്ടേക്ക്. ഇനി നമ്മുടെ ഹൾക്ക് വേഴ്സസ് സ്പൈഡർമാനിലേക്ക് വരാം. ഓൾറെഡി നമ്മുടെ ജീൻ ഗ്രേ ആ ഹൾക്ക്, അതായത് പ്രൊഫസർ ഹൾക്കിനെ കൺട്രോൾ എടുത്തിട്ടാണ് ആ DODCയിൽ ആ ഇരുമ്പ് ഡോറിൻ്റെ ഉള്ളിലായിരിക്കും ആ DODCൻ്റെ ചങ്ങയൊക്കെ ഒളിച്ചിരിക്കുന്നുണ്ടാവുക. അങ്ങനെ അവരെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ടായിരിക്കും ശ്രമിക്കുന്നുണ്ടാവുക. അങ്ങനെ ഹൾക്കിൻ്റെ മൈൻഡ് നമ്മുടെ ജീൻ ഗ്രേക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും, അതായത് പ്രൊഫസർ ഹൾക്കിൻ്റെ. കാരണം ആ ബോഡിയിൽ ഒരു ഇച്ചിരി ഹൾക്കിൻ്റെ ഒക്കെ സാധനം ഉണ്ടെന്നേ ഉള്ളത്, അത് ശരിക്കും ബ്രൂസ് ബാനർ തന്നെയാണ്. അങ്ങനെ ആ പൊസഷൻ പുള്ളിക്കാരത്തി ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കൊന്ന് പുള്ളിക്കാരത്തി പുറത്തിറങ്ങിയിട്ട് വീണ്ടും കയറാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ സാവേജ് ഹൾക്ക് പുറത്ത് വരുന്ന പോലെയും പുള്ളിക്കാരത്തിന് ആ മൈൻഡിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റാത്ത പോലെ ആക്കുന്നുണ്ട്. അതായത് ഹൾക്കിൻ്റെ മൈൻഡ് അത്രയ്ക്ക് സ്ട്രോങ് ആണ്, പുള്ളിക്കാരത്തിക്ക് കയറാൻ പറ്റില്ല. അതായത് ഏറ്റവും വലിയ ടെലിപ്പാത്തായിട്ടുള്ള ചാൾസ് എക്സേവിയറിന് പോലിട്ടും നമ്മുടെ ഹൾക്കിൻ്റെ മൈൻഡ് കയറാൻ പറ്റിയിട്ടില്ല കോമിക്സിലൊക്കെ. സോ ഒരു പക്ഷേ നീ ബ്രൂസ് ബാനർ ആയതുകൊണ്ടാണ് അവൾ മൈൻഡിൻ്റെ ഉള്ളിൽ കയറി, ഞാൻ വന്നു കഴിഞ്ഞാൽ ഒരുത്തിയും കയറില്ല എന്ന് വിചാരിച്ചുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഒരു പക്ഷേ അത് ബ്രേക്കായിട്ട് നമ്മുടെ ഹൾക്ക് പുറത്ത് വരുന്നത്. അങ്ങനെ ആ പുറത്ത് വന്ന നമ്മുടെ സാവേജ് ഹൾക്ക് സ്പൈഡർമാൻ ഇട്ട് അലക്കി ഏതാണ്ട് പുള്ളിനെ കഴുത്ത് തിരിച്ച് കൊല്ലാനാക്കുന്ന ആ ടൈമിലായിരിക്കും നമ്മുടെ സ്പൈഡർമാൻ പറയുന്നുള്ളത്, ബ്രൂസ് ഇത് ഞാനാണ് പീറ്റർ എന്നുള്ള ആ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ഹൾക്ക് ആ പീറ്ററിൻ്റെ ആ മാസ്കിൻ്റെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ പീറ്റർ പാർക്കറിൻ്റെ കണ്ണ് കാണുന്നത്. അപ്പോഴായിരിക്കും പുള്ളി ഒന്ന് കൂളാവുന്നതും. ഇനിയാണ് ചോദ്യം വരുന്നത്, അതായത് നമ്മുടെ ഹൾക്കിന് പീറ്റർ പാർക്കറിന് ഓർമ്മയുണ്ടോയെന്ന്. കോമിക്സിൽ ഓൾറെഡി നമുക്കറിയാവുന്ന കാര്യമാണ്. അതായത് ഈ സ്പെല്ലിട്ടെങ്കിലും നമ്മുടെ ഹൾക്കിന്, അതായത് ബ്രൂസ് ബാനർ മറന്നിട്ടുണ്ടെങ്കിലും ഹൾക്കിന് പീറ്റർ പാർക്കറാണ് സ്പൈഡർമാൻ എന്നുള്ള കാര്യം ഓർമ്മയുണ്ടാവും. ഒരുപക്ഷെ അതേപോലെ തന്നെ ഇവിടെയും ചിലപ്പോൾ നമ്മുടെ ഹൾക്കിന് പീറ്റർ പാർക്കറാണ് പീറ്റർ പാർക്കറിന് ഓർമ്മയുണ്ടാവാം. കാരണം ആ സ്പെല്ല് പുള്ളിനെ എഫക്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ള രീതിക്ക് വെക്കാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ആ ടൈമിലൊക്കെ നമ്മുടെ പ്രൊഫസർ ഹൾക്കായിരുന്നല്ലോ, അതായത് ഹൾക്ക് നമ്മുടെ പീറ്റർ പാർക്കറിനെ കണ്ടിട്ടേ ഇല്ലല്ലോ, പിന്നെ എങ്ങനെ ഹൾക്കിന് പീറ്റർ പാർക്കറിന് ഓർമ്മ ഉണ്ടാവുന്നത്? അതായത് നമ്മുടെ ബ്രൂസ് ബാനർ കാണുന്ന, അതായത് നമ്മുടെ ബ്രൂസ് ബാനറാണ് അപ്പോൾ ആ ഹൾക്ക് ഫോമിൽ ഉണ്ടായിരുന്നെങ്കിലും നമ്മുടെ ബ്രൂസ് ബാനർ കാണുന്ന കാര്യങ്ങളൊക്കെ ഹൾക്കിൻ്റെ മെമ്മറിയിലും ഉണ്ടാവും. സോ പീറ്റർ പാർക്കറിൻ്റെ ആ മെമ്മറീസൊക്കെ ഹൾക്കിനും ഉണ്ടാവും. മോസ്റ്റ് പ്രോബബിളി അതാവാൻ ചാൻസ് ഇല്ല. കാരണം ആ നമ്മുടെ പീറ്റർ പാർക്കറാണ്, നമ്മുടെ സ്പൈഡർമാൻ പീറ്റർ പാർക്കർ ആണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹൾക്ക് ഒരു ലുക്ക് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ ലുക്ക് ഇതിന് മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ടാവും. അതായത് സൺ ഈസ് ഗെറ്റിംഗ് റിയലി ലോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബ്ലാക്ക് വീഡോ പറയുമ്പോൾ മാത്രമാണ് പുള്ളിക്കാരൻ മോന്ത അങ്ങനെ വെക്കുന്നത്. ചിലപ്പോൾ ഒരു പക്ഷേ അതും നമ്മുടെ ഈ പീറ്റർ പാർക്കറിനെയും, അതായത് ബ്ലാക്ക് വീഡോനെയും, ചിലപ്പോൾ നമ്മുടെ ബ്ലാക്ക് വീഡോനെ ഞാൻ ഓർമ്മ വന്നിട്ടുണ്ടാവും പീറ്റർ പാർക്കറിനെ കണ്ടപ്പോൾ. അതായിരിക്കും പുള്ളിക്കാരൻ ചിലപ്പോൾ അതങ്ങ് കൂളായതും പിന്നെ പുള്ളിയുടെ നോർമൽ ഫോമിലേക്ക് ആകാൻ വേണ്ടിയിട്ട് ആ മൊത്തം
ബിൽഡിംഗ് ഇടിഞ്ഞ് കടന്ന് താഴോട്ട് വീഴുന്നതും. അങ്ങനെ പോയ നമ്മുടെ ബ്രൂസ് ബാനറാണ്. പിന്നെ പുള്ളിനെ കുറിച്ചൊരു അഡ്രസ്സും ഇല്ല. അതായത് ലാസ്റ്റ് ഫൈറ്റിൽ ഒന്നും പുള്ളിനെ പിന്നെ കാണിച്ചിട്ടുമില്ല. അതായത് ബ്രൂസ് ബാനറിനെ പിന്നെ എങ്ങോട്ടാണ് കൊണ്ടുപോയെന്ന് പോലും പറയുന്നില്ല. ചിലപ്പോൾ മിക്കവാറും ആ DODCയുടെ ബിൽഡിംഗ് ഒക്കെ ഇടിച്ച് തകർത്തതിൻ്റെ ഒക്കെ കാരണം കൊണ്ട് നമ്മുടെ എമിൽ ബ്ലോൺസ്കിനെ ഓൾറെഡി ഈ DODC പിടിച്ചു വെച്ചിട്ടുള്ള പോലെ അങ്ങനെ ഒരു ഫെസിലിറ്റിയിലൊക്കെ ചിലപ്പോൾ നമ്മുടെ ബ്രൂസ് ബാനറിനെ വീണ്ടും കൊണ്ടാക്കിയിട്ടുണ്ടാവുക, അല്ലെങ്കിൽ പുള്ളിനെ ഒറ്റപ്പെട്ടുള്ള എവിടെയെങ്കിലുമൊക്കെ മാറ്റിയിട്ടുണ്ടാവുക. അതൊക്കെ എന്തെങ്കിലും ആവട്ടെ, എന്തായാലും ഇപ്പോൾ നമ്മുടെ സാവേജ് ഹൾക്ക് തിരിച്ചു വന്നു. ഇനി ഈ സാവേജ് ഹൾക്കിനെ വെച്ചിട്ട് പടങ്ങൾ വരുമോ, അതായിരിക്കും ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ടാവുക. ആക്ച്വലി ഈ ഹൾക്കിൻ്റെ ആക്ടറായിട്ടുള്ള നമ്മുടെ മാർക്ക് റഫലോയ്ക്ക് തന്നെ ഈ ഹൾക്കിനെ വെച്ചിട്ട് ഒരു സോളോ മൂവി എടുക്കണം എന്നുള്ള ഒരുപാട് ഐഡിയാസൊക്കെ ഉണ്ട്. പുള്ളി ഈ കാര്യങ്ങളൊക്കെ കെവിൻ ഫെയ്ഗിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ ആ ടൈമിലൊന്നും മാർവൽ അതൊന്നും വലിയ ഇനീഷ്യേറ്റീവ് എടുക്കാതിരുന്നത്. ആ ടൈമിൽ ഈ ഹൾക്കിൻ്റെ റൈറ്റ്സൊക്കെ യൂണിവേഴ്സലിൻ്റെ കയ്യിലായിരുന്നു. ഇപ്പോൾ ഓൾമോസ്റ്റ് റൈറ്റ്സൊക്കെ നമ്മുടെ മാർവലിൻ്റെ കയ്യിലേക്ക് തന്നെ തിരിച്ച് കിട്ടി. അതുകൊണ്ടായിരിക്കണം അവരിപ്പോൾ ഇങ്ങനെ ഇറങ്ങിയിട്ടുള്ളത്, നമ്മുടെ എക്സ്മെൻ്റെ റൈറ്റ്സൊക്കെ തിരിച്ച് കിട്ടിയ പോലെ തന്നെ. സോ ആ ഒരു കാര്യം കൊണ്ടായിരിക്കണം ഇപ്പം നമ്മുടെ ഈ സാവേജ് ഹൾക്കിനെ വീണ്ടും തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്നത്. കാരണം ഫാൻസിന് ആർക്കും ഇഷ്ടപ്പെടാത്തൊരു സാധനമാണ് ഈ പ്രൊഫസർ ഹൾക്ക് എന്ന് പറയുന്നത്. സോ ആ പ്രൊഫസർ ഹൾക്കിനെ വെച്ചിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിയിട്ടായിരിക്കും ചിലപ്പോൾ നമ്മുടെ ഈ സാവേജ് ഹൾക്കിനെ തിരിച്ചു കൊണ്ടുവന്നത്. ഇനിയിപ്പോൾ എന്തായാലും സാവേജ് ഹൾക്ക് വന്ന് ഇനി പുള്ളിക്ക് എന്തൊക്കെ സ്റ്റോറീസാണ് പറയാനുള്ളത്. എന്തായാലും ഹൾക്കിനെ വെച്ചിട്ട് ഈ ചെറിയ ക്രൈം ഫൈറ്റ് ചെയ്യുന്ന പോലത്തെ അങ്ങനത്തെ സാധനങ്ങളൊന്നും പറയാൻ പറ്റില്ല. പറയുകയാണെങ്കിൽ ഒരു വലിയ സ്കെയിലുള്ള പടം തന്നെ പറയണം. അതായത് ഇപ്പോൾ നമ്മുടെ വേൾഡ് വാർ ഹൾക്ക് അങ്ങനെയുള്ള സ്റ്റോറീസൊക്കെ വേണം പറയാൻ വേണ്ടിയിട്ട്. ഇനി വേൾഡ് വാർ ഹൾക്ക് സ്റ്റോറി ലൈൻ നടക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു 90% ചാൻസ് ഇല്ല. കാരണം ഈ വേൾഡ് വാർ ഹൾക്കിൻ്റെ ആ സ്റ്റോറി ലൈൻ അഡാപ്റ്റ് ചെയ്തിട്ടാണ് നമ്മുടെ തോർ റാഗ്നറോക്ക് തന്നെ ഇറങ്ങിയിട്ടുള്ളത്. കാരണം സക്കാർ എന്ന് പറയുന്ന ആ പ്ലാനറ്റിൽ പോയിട്ട് അവിടുത്തെ ആൾക്കാരുമായിട്ട് ഇൻട്രാക്റ്റ് ആയിട്ട് അങ്ങനെ അവിടുത്തെ ഒരു കിങ്ങായി മാറുന്ന രീതിക്കായിരിക്കും നമ്മുടെ ഹൾക്കിനെ കാണിച്ചിട്ടുണ്ടാവുക. അങ്ങനെ അവിടെ എല്ലാവരും നമ്മുടെ ഈ അവഞ്ചേഴ്സ് കാരണം, അതായത് ഇലുമിനാറ്റി കാരണം മരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതിന് പ്രതികാരം വീട്ടാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മുടെ ഈ ഹൾക്ക് ഭൂമിയിലേക്ക് എത്തിയിട്ട് നമ്മുടെ അവഞ്ചേഴ്സിനെയൊക്കെ ഡിഫീറ്റ് ചെയ്യുന്നത്. പക്ഷേ അതേപോലൊരു സ്റ്റോറി ഇവിടെ പറയാൻ ചാൻസ് ഇല്ല. കാരണം ഓൾറെഡി സക്കാറിൽ പോയി പുള്ളി തിരിച്ചു വന്നു കഴിഞ്ഞു. സോ ഇനി വേൾഡ് വാർ ഹൾക്ക് സ്റ്റോറി ലൈൻ ആ ഒരു സക്കാറിനെ വെച്ച് പറയാൻ ചാൻസ് ഇല്ല. ഇനിയിപ്പോൾ പറയാൻ പറ്റില്ല. കാരണം ഓൾറെഡി ഇപ്പോൾ എന്തായാലും നമ്മുടെ ഹൾക്കിന് ഇപ്പോൾ ഒരു മോൻ ഓൾറെഡി ഉണ്ട് MCU. അതായത് ഷീ ഹൾക്ക് സീരീസിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ചിലപ്പോൾ ആ ഒരു ക്യാരക്ടറിനെ വെച്ചിട്ടൊക്കെ വേറെ എന്തെങ്കിലും ഒരു സ്റ്റോറി പറയാൻ പറ്റുമായിരിക്കും. ആക്ച്വലി ഈ വേൾഡ് വാർ സ്റ്റോറി എന്ന് പറയുന്നത്, അതായത് ഈ വേൾഡ് വാർ ഹൾക്കിൻ്റെ സ്റ്റോറി ലൈൻ ഇപ്പോൾ MCUയിൽ പറയാൻ പറ്റിയ ടൈമാണ്. കാരണം ആ വേൾഡ് വാർ ഹൾക്ക് സ്റ്റോറി ലൈൻ പറയേണ്ട എല്ലാ ക്യാരക്ടേഴ്സും ഇപ്പോൾ ഓൾറെഡി MCUയിലുണ്ട്. അതായത് മൊത്തം ഇലുമിനാറ്റി മെമ്പേഴ്സും, അതായത് ഇലുമിനാറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ അവഞ്ചേഴ്സിനെ പോലെ തന്നെയുള്ള വേറെ ഗ്രൂപ്പാണ്, കുറച്ച് മെമ്പേഴ്സൊക്കെ ഉള്ളത്. അങ്ങനെ ഈ എല്ലാ അവഞ്ചേഴ്സും എല്ലാവരും ചേർന്നിട്ടും നമ്മുടെ ഹൾക്കിനെ ഡിഫീറ്റ് ചെയ്യാനോ പറ്റത്തുണ്ടാവില്ല. അവസാനം സെൻട്രി ഇറങ്ങിയിട്ടായിരിക്കും നമ്മുടെ ഹൾക്കിനെ ഡിഫീറ്റ് ചെയ്യുന്നതും അവസാനം മൊത്തം കൈവിട്ട് പോകുന്നതൊക്കെ. അതേ ഒരു സംഭവം തന്നെയാണ് ഇപ്പോൾ നമ്മുടെ MCUയിലുള്ളത്. അതായത് ഇപ്പോൾ നമ്മുടെ സാവേജ് ഹൾക്ക് തിരിച്ചു വന്നു. ഹൾക്കിനെ ഡിഫീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പവർഫുള്ളായിട്ട് നമ്മളെ സെൻട്രി ഉണ്ട്. സോ പടം മാത്രം ഇറക്കിയാൽ മതി. ഇനി അതല്ലെങ്കിൽ ഉള്ളത് ഇമ്മോർട്ടൽ ഹൾക്ക് സ്റ്റോറി ലൈനാണ്. അതൊന്നും വരും നിങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കേണ്ട. കാരണം മര്യാദയ്ക്കുള്ള ഒരു സാവേജ് ഹൾക്കിനെ തന്നെ വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴാണ് തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി വേൾഡ് വാർ ഹൾക്ക് തന്നെ കിട്ടുമോ എന്നറിയില്ല. പിന്നെയാണോ ഇമ്മോർട്ടൽ ഹൾക്ക്? പിന്നെ കഴിഞ്ഞ വീഡിയോസിൻ്റെ ഒക്കെ കമൻസിൽ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ആ സ്പൈഡർമാൻ്റെ പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ പുതിയ സ്പൈഡർമാൻ, അതായത് ന്യൂ സ്പൈഡർമാൻ ഫൗണ്ട് എന്നാണല്ലോ പറഞ്ഞിട്ട് ആ ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ കാണിച്ചിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട്. സോ അത് വേറെ തന്നെ ഒരു സ്പൈഡർമാൻ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട്. ആക്ച്വലി ന്യൂ സ്പൈഡർമാൻ എന്ന് ആ പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ എവിടെയും കാണിച്ചിട്ടില്ല. ന്യൂ സൈറ്റിംഗ് ലൊക്കേഷൻ ഫൗണ്ട് എന്നേ പറഞ്ഞിട്ടുള്ളൂ. അതായത് സ്പൈഡർമാൻ്റെ പുതിയൊരു ലൊക്കേഷൻ സ്പേസിൽ എവിടെയോ കണ്ടുപിടിച്ചു, അങ്ങനെ മാത്രമേ അതിൽ കാണിച്ചിട്ടുള്ളൂ. പുതിയ സ്പൈഡർമാനെ കണ്ടുപിടിച്ചു എന്നൊന്നും എവിടെയും പറഞ്ഞിട്ടില്ല. സോ ജസ്റ്റ് ഒന്ന് ക്ലാരിഫൈ ചെയ്ത് തന്നേ ഉള്ളൂ. അതേപോലെ തന്നെ പലർക്കും ഉള്ളൊരു ഡൗട്ടായിരുന്നു, അതായത് ഓൾറെഡി MCU ഒക്കെ ഫോളോ ചെയ്യുന്നവർക്കും നമ്മുടെ വീഡിയോസ് കാണുന്നവർക്കൊക്കെ അറിയാവുന്ന കാര്യമായിരിക്കും. അതായത് കുറച്ച് പേരൊക്കെ കഴിഞ്ഞ വീഡിയോസിൻ്റെ കമൻസിൽ ചോദിച്ചിട്ടുള്ള കാര്യമാണ്, അതായത് എന്തുകൊണ്ടാണ് നമ്മുടെ പീറ്റർ പാർക്കർ ഇപ്പോൾ പുതിയൊരു AI ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്, എന്തുകൊണ്ട് പുള്ളിയുടെ പഴയ സൂട്ടിൽ തന്നെ ഓൾറെഡി കാരൻ എന്ന് പറഞ്ഞിട്ടുള്ളൊക്കെ AI ഉണ്ടായിരുന്നല്ലോ, ആ AI ഒക്കെ പുള്ളിനെ മറന്നിട്ടുണ്ടാവും എന്നുള്ളത് ആക്ച്വലി മറന്നു. അതായത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. ആക്ച്വലി ആ AI ഒക്കെ നമ്മുടെ പീറ്റർ പാർക്കറിനെ മറന്നു. പീറ്റർ പാർക്കർ എന്നുള്ള ഒരു ഐഡൻറ്റിറ്റി തന്നെ റെക്കോർഡിക്കലിയും ഡിജിറ്റലിയും ഒന്നും ഇപ്പോൾ ഇല്ല. അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും തോന്നും, അതായത് ഫാർ ഫ്രം ഹോമിൻ്റെ എൻഡിൽ തന്നെ നമ്മുടെ മിസ്റ്റീരിയോ പീറ്റർ പാർക്കറാണ് സ്പൈഡർമാൻ എന്നുള്ള ആ ഒരു വീഡിയോ തന്നെ ലീക്കായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ആ വീഡിയോ ഒക്കെ ഇപ്പോഴും ഓൺലൈനിൽ ഉണ്ടാവില്ലേ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ സ്പെല്ല് ആ ഡിജിറ്റലായിട്ടുള്ള ആ സംഭവങ്ങളൊക്കെ ബാധിച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ നമ്മുടെ പീറ്റർ പാർക്കർ എന്നുള്ള സ്പൈഡർമാൻ്റെ കാര്യം പറയുമ്പോൾ മാത്രമേ ആ ഒരു വീഡിയോ ഉണ്ടായിട്ടുള്ളൂ. ആ ഒരു കാര്യം പീറ്റർ പാർക്കറാണെന്ന് പറയുമ്പോൾ ആ വീഡിയോയിൽ ബ്ലറാവുന്ന പോലെയോ അല്ലെങ്കിൽ ആ ഫേസ് കാണാത്ത പോലെയോ അല്ലെങ്കിൽ ആ സൗണ്ട് മ്യൂട്ടാവുന്ന പോലെയൊക്കെ ചിലപ്പോൾ കാണിച്ചെന്ന് വരാം. പിന്നെ ഇതിൽ എനിക്കൊരു ക്യാരക്ടറിനെ വെലുങ്ങാൻ അത്ര പിടിച്ചിട്ടില്ല. അത് വേറെ ഒന്നുമല്ല, ആ യെലന ബെലയുടെ ക്യാരക്ടറാണ്. അതായത് ഇവിടെ നമ്മുടെ ഹൾക്ക് മൊത്തം ഒരു സിറ്റിനെ തന്നെ കൺട്രോൾ ചെയ്യുന്നു, ഇതൊക്കെ നടക്കുകയാണ്. എന്നിട്ട് അവൾ പറയുകയാണ് ഇതൊക്കെ വെറും ചെറിയ ഉരുളക്കിഴങ്ങിൻ്റെ സംഭവങ്ങളാണ്, എനിക്കൊക്കെ ഞങ്ങൾ ഡീൽ ചെയ്ത്, അതായത് ന്യൂ അവഞ്ചേഴ്സ് ഡീൽ ചെയ്യുന്നത് വലിയ ഉരുളക്കിഴങ്ങ് പോലത്തെ സംഭവമാണ്, അവളുടെ ബിഗ് പൊട്ടറ്റോ സ്റ്റഫ്. എനിക്കൊരൊറ്റ ആഗ്രഹമുള്ളൂ, ഒന്നുമില്ല ഡൂംസ്ഡേയിലോ സീക്രട്ട് വാർസിലോ ആ സെൻട്രിനെ വെച്ചിട്ട് ബാക്കിയുള്ള എല്ലാ ന്യൂ അവഞ്ചേഴ്സിനെ അങ്ങ് കൊന്നു കളഞ്ഞേക്ക്, വേണ്ട സാധനം.
സോ നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ താഴെ കമൻറ്റായിട്ട് അറിയിക്കുക. പിന്നെ ഈ പടത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലുമൊക്കെ കാര്യത്തെക്കുറിച്ചുള്ള ക്ലാരിഫിക്കേഷനൊക്കെ അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റായിട്ട് അറിയിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.